ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ 9ാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം. പാഠത്തിൻ്റെ പേര് ആഹാ എന്ത് സ്വാദ്. ഇവിടെ നമുക്കൊരു കഥയാണ് കൊടുത്തിട്ടുള്ളത്. കഥ വായിച്ചു നോക്കാം. ആന നടന്നു വന്നു, മൈന പറന്നു വന്നു. ആന പറഞ്ഞു, വിശക്കുന്നു, പഴം വേണം. അപ്പോൾ മൈനയും പറഞ്ഞു, എനിക്കും വിശക്കുന്നു, പഴം വേണം. മൈനയും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആന പറഞ്ഞു, വാ വാ വേഗം പോകാം. രണ്ടാളും കൂടി പഴം പറിക്കാൻ കാട്ടിലേക്ക് പോയി. ആന നടന്നു, മൈന പറന്നു. ആനയ്ക്ക് പറക്കാൻ കഴിയില്ല, കൂട്ടുകാർക്കറിയില്ലേ? ആന പറഞ്ഞു, ആഹാ എന്തു നല്ല ഗന്ധം. അപ്പോൾ മൈന പറയാണ്, അതാ ചക്കപ്പഴം. ഗന്ധം എന്ന് പറഞ്ഞാൽ മണം എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല ഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല മണം എന്നാണ് അർത്ഥം. ആന ചക്കപ്പഴം പറിച്ചു, മൈനയെ നോക്കി. എന്തു നല്ല സ്വാദ്. ആഹാ. അപ്പോൾ മൈന പറഞ്ഞു, എനിക്കില്ലേ, എനിക്ക് ചക്കപ്പഴം തരില്ലേ എന്ന് ചോദിച്ചു. ചക്കപ്പഴം ലഭിച്ചപ്പോൾ ആന മൈനയെ നോക്കി എന്ന് പറഞ്ഞ് മൈനയ്ക്ക് കൊടുക്കാതെ കഴിച്ചു. മൈന അങ്ങനെ ചോദിച്ചപ്പോൾ ആന പറയാണ്, നിനക്ക് പിന്നെ തരാം. ചക്കപ്പഴം കണ്ടപ്പോൾ ആന മൈനയെ മറന്നു, സ്വന്തമായി കഴിക്കാൻ തുടങ്ങി. ആന പഴക്കുല ഉയർത്തി, വാ തുറന്നു. പഴക്കുല കുലക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു. ചക്കപ്പഴം കഴിഞ്ഞപ്പോൾ ആന സ്വന്തമായി ഒരു പഴക്കുലയും കൂടി കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തു നല്ല സ്വാദ്. ആഹാ. പക്ഷേ കൂട്ടുകാരെ, ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. പഴക്കുലയോടൊപ്പം ആന മൈനയെയും കഴിക്കുന്നുണ്ട്. ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല. എവിടെ പോയി? നമുക്കറിയാമല്ലേ, ആന പഴക്കൊലയോടൊപ്പം മൈനയെയും വിഴുങ്ങിയിരുന്നു. ആന നിലവിളിച്ചു, ആരോ വയറ്റിൽ കൊത്തുന്നേ. ഹോ ഹോ, വേദന വേദന, ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുന്നില്ല, വൈദ്യനെ കാണണം. ആന ഓടി. മൈനയെ കഴിച്ചപ്പോൾ ആനയ്ക്ക് വയറ്റിൽ ആരോ കൊത്തുന്നതുപോലെ അനുഭവപ്പെട്ടു. ആനയ്ക്ക് വയറുവേദനയായപ്പോൾ കാട്ടിലുള്ള എല്ലാ ജീവികളും ചുറ്റും കൂടി. ജിറാഫ് ഫൂ ഫൂ എന്ന് ശക്തിയായി ഊതു. ആന ഫൂ ഫൂ. ആന ഏമ്പക്കം വിട്ടു. മൈന പുറത്തായി. ആന നന്ദി ജിറാഫേ, നന്ദി. ജിറാഫ് ചുറ്റും നോക്കി. ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം. ജിറാഫ് പറയുന്നത് കേട്ട് ആന ഫൂ ഫൂ എന്ന് ഊതിയപ്പോൾ വയറ്റിലുള്ള മൈന പുറത്തായി. അങ്ങനെ ആന ജിറാഫിന് നന്ദി പറഞ്ഞു. വയറുവേദന മാറിയപ്പോൾ ചുറ്റുമുള്ള എല്ലാ മൃഗങ്ങൾക്കും മധുരഫലങ്ങൾ വേണം എന്ന് പറഞ്ഞു. ചിത്രം നോക്കി എഴുതൂ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ആനയും കടുവയും മാനും ജിറാഫും മുയലും ഉറുക്കനും മൈനയും കാക്കയും ഫോട്ടോ എടുക്കാൻ നിന്നു. കുരങ്ങൻ തൻ്റെ ഫോണിൽ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു. ഫോട്ടോ കണ്ടപ്പോൾ മൃഗങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമായി. അവരെല്ലാം വളരെ സന്തോഷിച്ചു. വികൃതി കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു. ഭംഗിയുള്ള ഫോട്ടോ ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. എന്താ ആ രഹസ്യം? ആനച്ചാരെ, സ്വഭാവത്തിനും സുഗന്ധം വേണം. ജിറാഫ് പഴം പറിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. അതിനെയാണ് കരഘോഷം എന്ന് പറയുന്നത്. എന്നിട്ട് അവരൊരു സെൽഫി എടുത്തു. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് സെൽഫി എടുക്കുന്നതെന്ന്. അതിനുശേഷം ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. എന്താണെന്നോ ആ രഹസ്യം? ആനച്ചാരെ, സ്വഭാവത്തിനും സുഗന്ധം വേണം. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് കൂട്ടുകാർക്കറിയാമോ? ആന പഴം പറിച്ചപ്പോൾ മൈനയ്ക്ക് കൊടുത്തേയില്ല. എന്നാൽ ജിറാഫോ എല്ലാവർക്കും പഴങ്ങൾ കൊടുത്തു. അതുകൊണ്ടാണ് സ്വഭാവത്തിനും സുഗന്ധം വേണമെന്ന് പറഞ്ഞത്. അതായത് നല്ല സ്വഭാവമായിരിക്കണം, എല്ലാവർക്കും പങ്കുവെച്ച് നൽകണം. വാഴക്കുലയുടെ നിറം മാറ്റം. കൂട്ടുകാരെ, നിങ്ങൾ വാഴക്കുല പഴുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം പച്ച നിറമായിരിക്കും, പിന്നെ ഓരോന്നോരോന്നായി മഞ്ഞ നിറത്തിലേക്ക് മാറും. അവസാനം എല്ലാം മഞ്ഞ നിറമാവും. അപ്പോൾ വാഴക്കുല പഴുത്തു.
ഈ കൊടുത്തിരിക്കുന്ന വാഴക്കുലകൾക്ക് അതിനനുസരിച്ച് നിറം നൽകൂ. ഏതു പഴം? എങ്ങനെ എറിഞ്ഞു പഴുത്തെന്ന്, കണ്ടെറിഞ്ഞു പഴുത്തെന്ന്, മണത്തറിഞ്ഞു പഴുത്തെന്ന്, തൊട്ടെറിഞ്ഞു പഴുത്തെന്ന്, രുചിച്ചറിഞ്ഞു പഴുത്തെന്ന്, വയറു നിറഞ്ഞു പഴം തിന്ന്. എങ്ങനെ അറിഞ്ഞു കൂട്ടുകാരെ? കണ്ടറിഞ്ഞു, മണത്തറിഞ്ഞു, തൊട്ടറിഞ്ഞു, രുചിച്ചറിഞ്ഞു. ഉറുമ്പ് പറയുകയാണ്, മണപ്പരീക്ഷയിൽ ഞാൻ ജയിക്കും. ഉറുമ്പിന് മണത്തറിയാൻ നല്ല കഴിവുണ്ട്. അപ്പോൾ വണ്ട് പറയുകയാണ്, രുചിപ്പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കുമെന്ന്. പഴങ്ങൾ തരംതിരിക്കാം. നമുക്ക് നിറത്തിനനുസരിച്ച് പഴങ്ങൾ തരംതിരിക്കാം. ആദ്യം ചുവപ്പ്. ആപ്പിൾ, സ്ട്രോബെറി, ചെറി, റാസ്ബെറി, തണ്ണിമത്തൻ, മാതള നാരങ്ങ, ക്രാൻബെറി, ചുവന്ന മുന്തിരി. ഇനി മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ. പഴം, കൈതച്ചക്ക, മാങ്ങ, ഓറഞ്ച്, ചക്ക, പപ്പായ, പാഷൻ ഫ്രൂട്ട്, മഞ്ഞ ആപ്പിൾ. ഇനി പച്ച നിറത്തിലുള്ളവ. അവക്കാഡോ, പച്ചമുന്തിരി, പേരയ്ക്ക, പച്ച ആപ്പിൾ, കിവി, സീതപ്പഴം, പിയർ. ഇനി കറുത്ത നിറത്തിലുള്ള പഴങ്ങൾ. കറുത്ത മുന്തിരി, കറുത്ത പ്ലം, ബ്ലാക്ക്ബെറി, ഞാവൽപ്പഴം. വായിക്കാം, രസിക്കാം. ആദ്യത്തെ കവിത കൂട്ടുകാരെ. മഴ ചൊരിഞ്ഞു, പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ പുതിയ തോണി, പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ? കഥ പറയും കൂട്ടുകാരെ, കളി പറയും കൂട്ടുകാരെ. ഇതെഴുതിയത് ONV കുറുപ്പാണ്. അടുത്തത് പൂച്ച എന്ന കവിതയാണ്. എൻ്റെ കുറുങ്ങിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പു കണ്ണുകൾ, രണ്ടും മഞ്ഞ പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്, കുറുകെ എന്നു കുറുങ്ങി, കുഞ്ഞിയുറക്കം തൂങ്ങി, വെയിലിലിരുന്ന് മയങ്ങും എൻ്റെ കുറുങ്ങിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഈ കവിത എഴുതിയത് സുഗതകുമാരി ടീച്ചറാണ്. ഒന്നാണ്. ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ, വിശന്നു വന്നവർ ദാഹിക്കുന്നവൾ തളർന്നിറങ്ങി നാട്ടിൽ, മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു, തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി. നാട്ടുകിളികളിൽ ചിലരതു കണ്ട് കലപില കൂട്ടാനെത്തി, പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി. തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പോങ്ങാൻ നിൽക്കെ, മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി. ദേശമതേതായാലും നമ്മൾ പറവകൾ എന്നതു നേരെ, അതിരുകൾ ഏതായാലും നമ്മൾ ഒന്നാണെന്നതു നേരെ. ഇതും ഒരു കുഞ്ഞു കഥയാണ്. കഥയുടെ പേര് പൂമ്പാറ്റത്തോട്ടം. മണ്ണ് നനഞ്ഞു. നനഞ്ഞ മണ്ണിൽ അമ്മു വിത്തിട്ടു. നിറയെ ചെടികളുണ്ടായി. അമ്മുവിന് സന്തോഷമായി. ചെടികളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു. പൂമ്പാറ്റകൾക്ക് സന്തോഷമായി. അവ മറ്റെങ്ങും പോയില്ല. അമ്മുവിൻ്റെ കൂടെ കളിച്ചു. ചെടികൾ അവൾക്ക് വിത്തുകൾ നൽകി. അത് അവൾ കുലുക്കി നോക്കി. കിലു കിലു കിക്കിലു. ഇത് കേട്ട് പൂമ്പാറ്റകൾ ചിറകിളക്കി നൃത്തമാടി. അതൊരു പൂമ്പാറ്റത്തോട്ടമായി. വായിക്കാം, രസിക്കാം എന്നീ ഭാഗം എല്ലാവരും വായിച്ചു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ആഹാ എന്തൊരു സ്വാദ് എന്ന ഈ പാഠം ഇഷ്ടമായില്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.